റോമാക്കാർക്ക് ലേഖനം അധ്യായം 13-11. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ഇന്ന് കേരളത്തിൽ 100-ൽ പരം ധ്യാന മന്ദിരങ്ങൾ, കൺവെൻഷനുകൾ, അതിനുവേണ്ട സംവിധാനമൊക്കെ ദൈവം ക്രമീകരിക്കുന്നു. ഇപ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ തന്നെ എല്ലാം ക്രമീകരിക്കുന്നു. നമ്മുടെ പൂർവികർ കടന്നുപോയവർ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു 10-100 വീട് പരിശോധിച്ചാൽ ഒരു ബൈബിൾ കിട്ടാനില്ലായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതിയോ? പണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ, കാതുകൾ ഭാഗ്യമുള്ളവ. നമ്മുടെയൊക്കെ മൺമറഞ്ഞു പോയ പൂർവികർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു ഇങ്ങനെയുള്ളൊരു കാലത്തെക്കുറിച്ച്. ഇതൊന്നും പൊടുന്നനെ കൂണ് മുളയ്ക്കുന്ന പോലെ മുളച്ചു വന്നതല്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുണ്ട്. എന്താണത്? ദൈവത്തിന് സംഭവിക്കാൻ പോകുന്നത് അറിയാവുന്നവനാണ് ദൈവം. 2000-ഓളം വർഷം ഭാരതത്തിൽ നമ്മൾ ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. ഇനിയുള്ള കാലം അതായിരിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. ഒരുപക്ഷെ പ്രതീക്ഷിച്ചതിനേക്കാൾ പെട്ടെന്നായിരിക്കാം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒന്ന് നമ്മുടെ മേൽ വന്നു ഭവിക്കുന്നത്. എവിടെയൊക്കെ സഭ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ അനേകം മടങ്ങ് പീഡനം ഒരു പക്ഷേ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും. ആ പീഡന സമയത്ത് തൻ്റെ മക്കൾ തളർന്നു പോകാതിരിക്കാൻ ദൈവം വചനമയച്ച് അവരുടെ പാപത്തെ ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് നിറച്ച് ഏത് പ്രതിസന്ധി. കഴിഞ്ഞ ദിവസം താമരശ്ശേരി രൂപതയുടെ അഭിയന്യ പിതാവ് നടത്തിയൊരു പ്രഭാഷണം ശാലോൻ ടി വിയിൽ കേൾക്കാനിട വന്നു. ജപ്പാനിൽ 10 ലക്ഷത്തിൽ പരം ആൾക്കാരെയാണ്, ക്രിസ്ത്യാനികളെയാണ് കൊന്നൊടുക്കിയത്. അത് വെറുതെ വെടിവെച്ച് കൊല്ലുകയാണെങ്കിൽ തരക്കേടില്ല. പിൻഭാഗം തുരന്ന് മുരുക്കി ഒഴിച്ച് അങ്ങനെ വിവിധ രീതിയിലാണ് അവിടെ പീഡിപ്പിക്കപ്പെട്ട് 10 ലക്ഷത്തിലധികം പേര്. റുവാണ്ടയിൽ ഏതാണ്ട് 10 ലക്ഷത്തിലധികം പേര് അവിടെ വധിക്കപ്പെട്ടു. ഇതൊന്നും നമ്മളൊരു പക്ഷേ കാര്യമായിട്ട് ഏശിയിട്ടുണ്ടാകില്ല. ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കില്ല നമ്മുടെ ഈ അനുഭവം. അതൊരു പക്ഷേ നമുക്ക് മാറ്റാൻ പറ്റില്ലാതില്ല. ഒരൊറ്റ ദിവസം സമയം കിട്ടുകയാണെങ്കിൽ ഇന്ന് വീട്ടിൽ ചെന്ന് ആ എസ്തേറിൻ്റെ പുസ്തകം എടുത്ത് പ്രാർത്ഥനാപൂർവ്വം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ഒരു നിശ്ചിത ദിവസം, ഒരൊറ്റ ദിവസം ഭൂമിയിൽ യഹൂദൻ എവിടെയുണ്ടെങ്കിലും ആ യഹൂദനെ കൊല്ലാൻ വേണ്ടി രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുക. ആ എസ്തേർ രാജ്ഞിയും അതുപോലെ മർദോക്കായും കുറച്ച് വിശ്വാസികളും ഹൃദയം തകർന്ന് തമ്പുരാൻ്റെ പക്കൽ അപേക്ഷിച്ചപ്പോൾ ഞങ്ങളെ രക്ഷിക്കാൻ മറ്റാരുമില്ല കർത്താവേ, നീ സഹായിക്കണമെന്ന് വിളിച്ചപ്പോൾ ആ ദിവസം ഇന്ന് യഹൂദ ജനതകൾക്ക് പുരീം തിരുനാളായിട്ട് മാറി. അവരെ കൊല്ലാൻ, വധിക്കപ്പെടാൻ, ഉന്മൂലനം ചെയ്യാൻ നിശ്ചയിച്ച ദിവസം അത് തിരുനാളായിട്ട് മാറി. അപ്പോൾ ഭാരതത്തിൻ്റെ പ്രത്യേക അവസ്ഥ കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്കൊരു ദൗത്യമുണ്ട്. നമ്മൾ വെറും ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ കച്ചവടവും എൻ്റെ തോട്ടവും എൻ്റെ ജോലിയും എൻ്റെ വിസയും എന്നുള്ള ആ വട്ടത്തിൽ കിടന്ന് കറങ്ങാതെ ഈ ഭാരതത്തിൽ നമ്മളെ ദൈവം ഏൽപ്പിക്കാൻ പോകുന്ന ദൗത്യം എന്താണ്, അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിൽ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഒന്ന് കരമുയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒന്നും സാധ്യമല്ല ഒരു അഭിഷേക കൺവെൻഷൻ ഇവിടെ സംഘടിപ്പിക്കാൻ കാര്യമായിരിക്കുന്നു. ആ അഭിഷേകത്തെക്കുറിച്ച് ക്ലാസ്സുകൾ ലഭിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ എന്തിനേയും അതിജീവിക്കാൻ, സുവിശേഷം പ്രസംഗിക്കാൻ, നമ്മുടെ വിളിയനുസരിച്ച് ജീവിക്കാൻ, പൗരോഹിത്യമാണെങ്കിലും സന്യസ്തമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും ഏത് വിളിയാണെങ്കിലും ഈ ഓരോ വിളിയും എന്ന് പറയുന്ന ഓരോ വിളക്കാണ്. ഈ വിളക്കിൽ പരിശുദ്ധാത്മാവെന്ന് എണ്ണ വീണെങ്കിൽ മാത്രമേ ഈ വിളി സ്വീകരിച്ച വ്യക്തിക്ക് ആ വിളിയിൽ ആനന്ദം കണ്ടെത്താൻ പറ്റൂ. ഈ വിളി കൊണ്ട് സഭയ്ക്ക് എന്തെങ്കിലും നന്മയുണ്ടാവൂ. ഈ വിളി കൊണ്ട് വിളിച്ച ദൈവത്തിന് എന്തെങ്കിലും സന്തോഷമുണ്ടാവൂ. ഈ വിളക്കിനെ പ്രകാശിപ്പിക്കുന്ന എണ്ണയാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോഴാണ് നമ്മൾ ഏത് വിളി സ്വീകരിച്ച വ്യക്തിയാണെങ്കിലും അതിൽ ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്നതും അതുവഴി സ്വർഗം മഹത്വപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. വിശുദ്ധ പത്രോസ്ലീഹായുടെ പ്രസംഗം കേട്ടപ്പോൾ 2000 വർഷം മുൻപ് ചിലർ ഹൃദയം നുറുങ്ങിക്കൊണ്ട് ചോദിക്കുകയുണ്ടായി. അപ്പസ്തോല പ്രവർത്തനം അധ്യായം 2:37 മുതലുള്ള വാക്യങ്ങൾ. അപ്പസ്തോല പ്രവർത്തനം അധ്യായം 2:37 മുതലുള്ള വാക്യങ്ങൾ. അതിന് മുൻപ് പത്രോസ്ലീഹ പ്രസംഗിച്ചു. അത് കേട്ടുകൊണ്ടിരുന്ന ജനം ചോദിച്ചു, സഹോദരന്മാരെ, ഹൃദയം നുറുങ്ങിക്കൊണ്ട് എന്ന് വെച്ചാൽ മാറ്റത്തിന് തയ്യാറായിക്കൊണ്ട് ഇവിടെ നടക്കുന്ന കൺവെൻഷനിലൂടെ ദൈവം എനിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ, അത് ആരിലൂടെ സംസാരിച്ചാലും അത് എനിക്ക് എത്ര പ്രധാനപ്പെട്ടതാണെങ്കിലും വിലപ്പെട്ടതാണെങ്കിലും അതെൻ്റെ പരിശുദ്ധാത്മ അഭിഷേകത്തിന് തടസ്സമായി നിൽക്കുമെങ്കിൽ ഉച്ഛിഷ്ടം പോലെ ഞാൻ തള്ളിക്കളയാൻ തയ്യാറാണ്. ആ തീരുമാനം എടുക്കാൻ പറ്റുന്നവരെന്ന് കരങ്ങൾ ഉയർത്താമോ?
അതാ ദൈവം ഉദ്ദേശിക്കുന്നത്. അതാ നമ്മളാരും വലിയ പിടിച്ചുപറിക്കാരും കൊലയാളികളൊന്നും ഇവിടെ ഇരിപ്പില്ല. എന്നാൽ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടത് ആവശ്യമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അവർ ഹൃദയം നുറുങ്ങിക്കൊണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തു പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്. പക്ഷെ അവർ വലിയ കാര്യമൊന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞത് മാനസാന്തരപ്പെടണം, ഈശോയുടെ നാമത്തിൽ മാമോദിസ സ്വീകരിക്കണം, യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കണം. നമ്മളത് സ്വീകരിച്ചതാണ്, മാമോദിസയിലൂടെ സ്വീകരിച്ചതാണ്. പക്ഷേ അന്ന് നമ്മൾ ചില പ്രതിജ്ഞ ചെയ്തിരുന്നു സഭയിൽ. നമ്മൾ യേശു ക്രിസ്തുവിന് എൻ്റെ ഏക രക്ഷകനും നാഥനും ദൈവം, അത് കഴിഞ്ഞിട്ട് എനിക്ക് അപ്പനുള്ളൂ, അമ്മയുള്ളൂ, ഭാര്യയുള്ളൂ, കച്ചവടമുള്ളൂ, എന്തും യേശു കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് ആ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ തന്നെയാണോ ജീവിക്കുന്നതെന്ന് ഒരാത്മശോധനയ്ക്കുള്ള സമയം കൂടി ആണിത്. എന്നിട്ട് പത്രോസ്ലിയ പറയുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്കും വിദൂരസ്ഥർക്കും, ഇന്ത്യക്കാർക്കും പാകിസ്ഥാൻകാരനും അമേരിക്കക്കാരനും, നിങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കുമുള്ളതാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനം. ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ നിറയണമെന്ന് നമ്മൾ എത്ര ആഗ്രഹിക്കുന്നോ അതിനേക്കാൾ 10,000 മടങ്ങ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ മക്കൾ പരിശുദ്ധാത്മാവിൻ്റെ നിറയണം. എങ്കിൽ മാത്രമേ ലോകത്തിലൂടെ വരുന്ന പാപ സാഹചര്യങ്ങളെ, ജഡത്തിൻ്റെ ദുരാശകളെ, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ ചെറുത്ത് ദൈവഹിതം നിറവേറ്റി മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണെന്ന് നമ്മളെക്കാൾ കൂടുതലായി ദൈവം അറിയുന്നു. അതുകൊണ്ട് എരന്ന് ചോദിച്ച് കഷ്ടപ്പെട്ട് വാങ്ങിക്കേണ്ട ഒന്നല്ല, ദൈവം തരുമ്പോൾ കൈ നീട്ടി ഒന്ന് വാങ്ങിച്ചാൽ മാത്രം മതി പരിശുദ്ധാത്മാവിന്. ഒന്ന് കരമുയർത്തി പറയാം, കർത്താവായ യേശുവേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പത്രോസ്ലിയ പറഞ്ഞത് ഈശോ പറഞ്ഞതിൻ്റെ ചുവട് പിടിച്ചായിരിക്കണം പത്രോസ്ലിയായും പറഞ്ഞത്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 14, 15-16 വാക്യങ്ങൾ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, അതിൻ്റെ അടയാളം കഴുത്തിൽ കൊന്തയും വെന്തിങ്ങയും കുരിശും ഇട്ടത് മാത്രമല്ല. ഞാൻ സ്നേഹിക്കുന്നു ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതുമല്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. അതാണ് അതിൻ്റെ അടയാളം. ഏതെങ്കിലും ഒരു വ്യക്തി ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ അനുസരിക്കും, ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കും. ഇതാണ് അതിൻ്റെ അടയാളം. തൊട്ട് താഴെ ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ. ഈശോയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പരസ്യജീവിതം 3 വർഷത്തോളം ഉണ്ടായിരുന്നുള്ളൂ. പലസ്തീനയിൽ ഏതാണ്ട് 200 കിലോമീറ്റർ ഉള്ളിൽ ചുറ്റി സഞ്ചരിച്ചു. ഒന്നും എഴുതിയിട്ടില്ല, വാമൊഴിയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. യേശുവിൻ്റെ മനുഷ്യാവതാരം 2000 വർഷം മുൻപ് ഒരു പലസ്തീനയിൽ ഒരു ഇട്ടാവട്ടത്തിലുള്ള മക്കൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല. ആദം മുതൽ ഇവിടെ മരിച്ച് മൺമറഞ്ഞു പോയവർക്കും ലോകാവസാനം വരെ ജനിക്കാനിരിക്കുന്നവർക്കുമുള്ള സമയത്തിൻ്റെ പൂർണ്ണതയിലുള്ളതായിരുന്നു യേശുവിൻ്റെ മനുഷ്യാവതാരം. അതുകൊണ്ട് എന്നെ നിങ്ങളിങ്ങനെ ആശ്രയിച്ച് കഴിയണ്ട. പക്ഷേ എൻ്റെ കൽപ്പന നിങ്ങൾ പാലിക്കുമെങ്കിൽ ഏത് രാജ്യത്തും ഏത് കാലഘട്ടത്തിലും എൻ്റെ വചനം പാലിക്കാൻ, എൻ്റെ ഹിതം നിറവേറ്റുവാൻ നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന മറ്റൊരു സഹായകനെ അവൻ നിങ്ങൾക്ക് നൽകും. ഈ സഹായകൻ പരിശുദ്ധാത്മാവാണ്. ഇത് ലഭിക്കാൻ ദൈവം പറഞ്ഞത് ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കണം എന്നാണ്. ഹല്ലേലൂയ. കൽപ്പനകളൊക്കെ നമ്മൾ കുട്ടിക്കാലം മുതൽ പഠിച്ച് പാസ്സായതാണ്. വേദപാഠ ക്ലാസ്സിൽ തന്നെ നമ്മൾ 10 പ്രമാണങ്ങളെക്കുറിച്ച് പഠിച്ചു. പക്ഷെ ഒരു വ്യത്യാസം, നമ്മൾ അന്ന് പ്രമാണങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴുള്ള പ്രായവും പക്വതയല്ല ഇന്ന് നമുക്കുള്ളത്. അന്ന് സഭ പഠിപ്പിച്ചു, സീനായി മലയിൽ വെച്ച് ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതപ്പെട്ട 10 കൽപ്പന ഇതാണ് എന്ന് പഠിപ്പിച്ചു. കാലാകാലങ്ങളിൽ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ആവശ്യമാണ്. അപ്പം നമ്മൾ അതിലൂടെ ഒന്ന് ഓടിപ്പോവുക ചെയ്യുന്നു. ആദ്യത്തെ കൽപ്പനയിൽ പറയുകയാണ്, നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഞാനാണ് എന്ന് പറയുമ്പോൾ ശൂന്യതയിൽ നിന്നൊരു വസ്തു ഒരിക്കലും തനിയെ ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് മറ്റൊന്നായിട്ട് രൂപാന്തരീകരണം പ്രാപിക്കാം, പക്ഷെ ശൂന്യതയിൽ നിന്നൊരിക്കലും ഒരു വസ്തു തനിയെ ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് പറയുമ്പോൾ ഇല്ലായ്മയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ ഉരുവാക്കിയവനെ വേണം ഒരു വ്യക്തി ദൈവമായിട്ട് ആരാധിക്കാൻ. ഹല്ലേലൂയ. ആ കൽപ്പന ഇന്ന് 2 രീതിയിലാണ് മനുഷ്യൻ ലംഘിക്കാൻ സാധ്യതയുള്ളത്. ഒന്ന്, അന്ധവിശ്വാസം വഴി. എന്തെങ്കിലും കാര്യസാധ്യതയ്ക്ക് വേണ്ടി ഒരു മന്ത്രച്ചരട് കെട്ടുക, അല്ലെങ്കിൽ ചില സേവകൾ, ചില ആൾക്കാർ വീട്ടിൽ കൊണ്ടുവന്ന് ചില കർമ്മങ്ങളും നടത്തുക. തൽഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു?
അവർ യേശുവിനെ ആ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ട് മറ്റൊരു ശക്തി അവിടെ കുടിയിരുത്തിയിരിക്കുകയാണ്. ഈ ശക്തി മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം അവസാനത്തുള്ള രക്തം വരെ കാൽവരി കുരിശിൽ നമുക്കായി ഊറ്റി തന്നവനാണ് നമ്മുടെ രക്ഷകൻ. വേറെ ആരും നമ്മളെ രക്ഷിക്കാൻ പോകുന്നില്ല. ഈ ഇര കോർത്തിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന പോലെയാണ് ഒരു പക്ഷേ ആ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട്, അതിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തി കൊണ്ട് ചിലതൊക്കെ അവിടെ സംഭവിച്ചെന്നിരിക്കും. അതുവഴി ആ വ്യക്തിയും ആ കുടുംബവും അത് ബന്ധനത്തിലാകുകയാണ് ചെയ്യുന്നത്. ഇന്ന് പല കുടുംബത്തിലും അനുഭവപ്പെടുന്ന അതാണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വിശുദ്ധ കുമ്പസാരത്തിലൂടെ അത് ഏറ്റുപറയുകയും ഔദ്യോഗികമായിട്ടുള്ള പാപക്ഷമ കിട്ടുന്നതോടുകൂടി ആ ബന്ധനത്തിൽ നിന്ന് ആ വ്യക്തിക്ക് വിടുതൽ കിട്ടുകയാണ്. ഇതൊന്നും വലിയ കാര്യമാക്കാതെ അത് ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അതൊരു തടസ്സമാണ് നമ്മിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകി വരാൻ. രണ്ടാമത്തത്, ചില വ്യക്തികൾ, ചില വസ്തുക്കൾ നമ്മുടെ ദൈവമായിട്ട് മാറിയിരിക്കുക. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഒത്തിരി പേരുടെ ദൈവമായിട്ട് മാറിയിരിക്കുക. നമ്മൾ എന്തെല്ലാം അതിന് ന്യായീകരണം പറഞ്ഞാലും അതിന് അടിമയായ ഒരു വ്യക്തി, അതേത് വിളി സ്വീകരിച്ച വ്യക്തിയാണെങ്കിലും കാലത്തും വൈകുന്നേരം ഇതിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഇതിലുള്ള അശുദ്ധി അത് ഒരു പ്രാവശ്യമെങ്കിലും കണ്ണിൽ കണ്ടവർക്ക് ഒരിക്കലും തൻ്റെ ആധ്യാത്മികത സൂക്ഷിക്കാൻ സാധിക്കില്ല. അവന് ലഭിക്കുന്ന പ്രാർത്ഥനയിലൂടെയും കൂതാശയിലൂടെയും ലഭിക്കുന്ന വരപ്രസാദം ഓട്ടസഞ്ചിയിൽ നിക്ഷേപിക്കുക, ചോർന്നു പോയിക്കൊണ്ടിരിക്കും. നമ്മളെ ദൈവം ലോകത്തിനൊപ്പം ഒഴുകാൻ വേണ്ടി വിളിച്ചതല്ല, ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവർ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഈ കൺവെൻഷനിൽ പങ്കെടുക്കും. നിങ്ങൾ ആദ്യമേ പറഞ്ഞു, ദൈവം എന്തെന്നോട് പരിത്യജിക്കാൻ ആവശ്യപ്പെടുന്നോ ഞാൻ പരിത്യജിക്കും എന്ന് പറഞ്ഞ് കരമുയർത്തിയുണ്ടായി. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെ മൊബൈലിനെ ദൈവമായിട്ട് ആരാധിക്കുന്ന, അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മക്കൾ ഈ കൂട്ടത്തിലുണ്ട്. അതിന് പറയുന്നൊരു ന്യായീകരണം എന്താണ്? ഇതിലൂടെ ഒത്തിരി നന്മയുണ്ട് ബ്രദറെ എന്നാണ് പറയുന്നത്. ഈ സഭയിൽ ഈ 10,000-കണക്കിന് വിശുദ്ധരൊക്കെ വിശുദ്ധരായത്, ഈ വിശുദ്ധ അൽഫോൻസാമ്മയും വിശുദ്ധ ചാവറക്കുറിയാക്കോസ് ഏലിയാസ് അച്ഛനും വിശുദ്ധനായത് മൊബൈലിലൂടെ ലഭിക്കുന്ന നന്മ കൊണ്ടാണോ? മുടന്തൻ ന്യായമാണ്. ഇതിലൂടെയൊക്കെ നന്മയുണ്ട് ബ്രദറെ. അതിലൂടെ വരുന്ന നന്മയെ ത്രാസിൻ്റെ ഒരു തട്ടിൽ വയ്ക്കുക, അതിലൂടെ ഒഴുകി വരുന്ന അശുദ്ധിയും തിന്മയും മറുതട്ടിൽ വയ്ക്കുക. ഏതിനാണ് ഭാരം കൂടുതലെന്നൊന്ന് തൂക്കി നോക്കുക. ഇത് നമ്മൾ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഇതാ മനസ്സിൽ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇതാ മനസ്സിൽ, ബൈബിൾ വായിക്കാൻ താല്പര്യമില്ല, പതുക്കെ പതുക്കെ ആത്മീയ കാര്യങ്ങളിൽ മുരടിപ്പ് അനുഭവപ്പെടുക. ഇന്ന് എത്രയോ കുടുംബത്തിലെ പ്രാർത്ഥനകൾ പോലും മന്ദീഭവിച്ചു പോയിട്ടുണ്ട്. അതാ പിശാച് ആഗ്രഹിക്കുന്നത്. ഈ കുടുംബത്തെ നശിപ്പിക്കാൻ ആദ്യമായിട്ട് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുന്ന, ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന പ്രാർത്ഥനയുടെ കടയ്ക്കൽ കോടാലി വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബത്തിനെ അവന് പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റും. പണ്ടൊക്കെ സന്ധ്യയാവുമ്പോൾ റോഡിലൂടെ നടന്നു പോകുകയാണെങ്കിൽ കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥന ചൊല്ലുന്ന, പാട്ടുപാടുന്ന, ലുത്തിനിയ ചൊല്ലുന്ന, അതൊരു അനുഗ്രഹമായിരുന്നു. ആ സന്ധ്യ, പകൽ അവസാനിക്കുന്നു, സന്ധ്യ തുടങ്ങുന്നു. അപ്പോൾ കുടുംബത്തിൽ നിന്ന് സന്ധ്യാമണി, ദേവാലയത്തിൽ സന്ധ്യാമണി അടിക്കുമ്പോൾ കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥന ഉയരുന്നു. ഇന്നോ ബലാത്സംഗവും വെടിവെപ്പും കൊലപാതകവും നടക്കുന്ന സീരിയലും മറ്റു ചില സീരിയലിന് അടിമയായി കുടുംബത്തിലെ പ്രാർത്ഥന തന്നെ മന്ദീഭവിച്ചു പോയിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ എന്തും ത്യജിക്കാൻ തയ്യാറാണ് എന്ന് വാക്കുകൊടുത്ത നിങ്ങൾ ഒരു പ്രതിജ്ഞ ചെയ്യുക. എൻ്റെ വീട്ടിൽ ഒരു നിശ്ചിത സമയം 7 മണി അല്ലെങ്കിൽ 7:30 മണിക്ക് ഈ കൺവെൻഷനോടുകൂടി, പരിശുദ്ധാത്മ അഭിഷേക കൺവെൻഷനോടുകൂടി ദൈവനാമത്തിൽ ഞാൻ പരിത്യജിക്കുന്നു. എന്ത്? ഈ പ്രാർത്ഥനയുടെ സമയം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നീരാളി, ഈ പ്രോഗ്രാം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്, എനിക്കത് വിലപ്പെട്ടതാണ്, പക്ഷേ എൻ്റെ ദൈവത്തെക്കാൾ വിലപ്പെട്ടതല്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, എൻ്റെ വീട്ടിൽ 7 മണിക്ക് അല്ലെങ്കിൽ 7:30 മണിക്ക് സന്ധ്യാപ്രാർത്ഥന എൻ്റെ കുടുംബത്തിലുണ്ടായിരിക്കും. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. 2, ഏദൻ തോട്ടത്തിൽ ഒറ്റ കൽപ്പനയുള്ളൂ, ഈ കനി ഭക്ഷിക്കരുത്. സാത്താൻ സംസാരിക്കുമ്പോൾ ആ വിലക്കപ്പെട്ട കനിയെക്കുറിച്ച് പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നത്, ദൈവം അരുത് എന്ന് പറഞ്ഞ പഴത്തിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് അത് കണ്ണിന് കൗതുകരമായിട്ട് തോന്നി എന്നാണ് പറയുന്നത്. തിന്നാൻ അനുവാദമുള്ള, അനുവദനീയമായ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് അരുത് എന്ന് പറഞ്ഞത് കണ്ണിന് കൗതുകരമായിട്ട് തോന്നി. മനുഷ്യൻ ഈ ലോകവുമായിട്ട് ബന്ധപ്പെടുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ്. അപ്പോൾ ഈ അശുദ്ധി നിറഞ്ഞ ലോകത്ത് ഞാനൊരു വിശുദ്ധ ജീവിതത്തിന് തുടക്കം കുറിക്കണമെങ്കിൽ ആദ്യം എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ ഒന്നായ കണ്ണിനെ നിയന്ത്രിച്ചേ പറ്റൂ എന്ന് ആ കാലഘട്ടത്തിൽ ജോബ് തീരുമാനിച്ചു. ജോബിൻ്റെ പുസ്തകം അധ്യായം 31 1-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ കണ്ണുകളുമായിട്ട് ഉടമ്പടി ചെയ്തു, ഇനി ഞാൻ കന്യയെ എങ്ങനെ നോക്കും? പണ്ടെല്ലാത്തിൻ്റെ പിന്നാലെ ഞാൻ എൻ്റെ കണ്ണ് പായിക്കുമായിരുന്നു, എല്ലാത്തിനും വേണ്ടി ഞാൻ എൻ്റെ കൈ നീട്ടുമായിരുന്നു. ഞാൻ ഒഴുക്കിനൊപ്പം ഒഴുകുന്ന ഒരു വിശ്വാസിയായിരുന്നു. ഞാൻ ആത്മീയ മനുഷ്യനായിട്ട് മാറാൻ ഞാൻ ധ്യാനിച്ചപ്പോഴെനിക്ക് മനസ്സിലായി,
ആദ്യം മോനെ നിൻ്റെ കണ്ണിന് നിയന്ത്രണം ഏർപ്പെടുത്തണം. എന്നിട്ട് അദ്ദേഹം സ്വയം, ആരും പ്രസംഗിച്ചിട്ടല്ല, സ്വയം ഒരു തീരുമാനമെടുത്തു. ഞാൻ എൻ്റെ കണ്ണുകളുമായിട്ട് ഉടമ്പടി ചെയ്തു, ഇനി ഞാൻ കന്യയെ എങ്ങനെ നോക്കും. വെറും ഒരു പ്രസംഗം പ്രസംഗിക്കാൻ വേണ്ടി വന്നതല്ല, വെറും ഒരു പ്രസംഗം കേൾക്കാൻ വേണ്ടി നിങ്ങൾ വന്നതല്ല, ദൈവത്തെ ശ്രവിക്കാൻ വേണ്ടി വന്നു, ദൈവത്തെ അനുസരിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ഈ കണക്ഷനിലൂടെ ഇതിൻ്റെ സമാപനത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ സംഘാടകർ ഉദ്ദേശിക്കുന്ന, ആഗ്രഹിക്കുന്ന ആ ഫലം, ആ പരിശുദ്ധാത്മ അഭിഷേകം നമ്മളിൽ നിറയണമെങ്കിൽ നമ്മളിലും ചിലർ ഇന്നിവിടെ ഇരുന്ന് ഉടമ്പടി എടുക്കേണ്ടതായിട്ടുണ്ട്. ആ മൊബൈലിൽ ചില നമ്പർ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, മായ്ച്ചു കളയേണ്ടതായിട്ടുണ്ട്, ചില പ്രോഗ്രാം നീക്കി കളയേണ്ടതായിട്ടുണ്ട്. അതിന് ഉറപ്പുള്ളവരുന്ന കാര്യങ്ങൾ ഉയർത്ത്, അതിന് തീരുമാനം എടുത്തിട്ടുള്ളവർ. ഇത് എൻ്റെ പ്രസംഗത്തിൻ്റെ മിടുക്കുകൊണ്ടല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിച്ചുകൊണ്ടാണ്. കൈയടിച്ച് കർത്താവ് നന്ദി പറയാം. ഒത്തിരി പേര് നന്മയിലേക്കും തിന്മയിലേക്കും, അതിന് നമ്മൾ സങ്കടപ്പെട്ടൊന്നും നീക്കിക്കളയേണ്ട കേട്ടോ. ദൈവനാമത്തിൽ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ചില ബന്ധങ്ങളായിരിക്കാം, ചില വസ്തുക്കളായിരിക്കാം. ദൈവനാമത്തിൽ ഒരു വ്യക്തി എന്തെങ്കിലും ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ 10,000 മടങ്ങ് അനുഗ്രഹം ദൈവം ആ വ്യക്തിയുടെ മേൽ വർഷിക്കും. ഉൽപ്പത്തി പുസ്തകത്തിലൊരു പിതാവ് കല്യാണം കഴിഞ്ഞ് കുട്ടികളില്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ദീർഘകാലം കാത്തിരുന്നതിന് ശേഷം കിട്ടിയതാണ് മകൻ ഇസഹാക്ക്. ദൈവം ആ ഇസഹാക്കിന് ബലി ആവശ്യപ്പെടുക, ഒരു മടിയും പറഞ്ഞില്ല. വിറകടുക്കി വെച്ച് ബലിപീഠം സജ്ജമായി. ആ കുട്ടിയെ കൈകാലുകളെല്ലാം കെട്ടി ബലിപീഠത്തിൽ കിടത്തി. എന്താ കാരണം? ഞാൻ മകനെ സ്നേഹിക്കുന്നു, പക്ഷെ മകനെ തന്ന ദൈവത്തെക്കാൾ ഉപരിയല്ല, 2ാം സ്ഥാനമേ എൻ്റെ മകനുള്ളൂ. അത് നമുക്കൊരു മാതൃകയാണ്. അങ്ങനെ ആ കുട്ടിയെ വെട്ടാൻ വേണ്ടി കൈ ഓങ്ങിയപ്പോൾ ദൈവം ഇടപെട്ടു. അബ്രാഹം, നീ കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്നെനിക്കിപ്പോൾ ബോധ്യമായി. ഉൽപ്പത്തി പുസ്തകം 22:15. അതാണ് സന്ദേശം. ബാക്കിയൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്, ഇതും കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ തരുണത്തിലൊന്നും ചിന്തിക്കേണ്ടതായിട്ടും ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അടിവരയിടാനായിട്ട് ആഗ്രഹിക്കുന്ന അബ്രാഹത്തിൻ്റെ ഇസഹാക്കിനെ ബലി കൊടുത്തതല്ല, അബ്രാഹം ഇസഹാക്കിനെ വെട്ടാൻ കൈ ഓങ്ങിയപ്പോൾ ദൈവം പറഞ്ഞത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ, നിൻ്റെ ഏകപുത്രൻ ഇസഹാക്കിനെ പോലും എനിക്ക് ബലി തരാൻ മടിക്കായിക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, നിന്നെ ഞാൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവനാമത്തിൽ കുടിക്കാൻ പണമില്ലാത്തതുകൊണ്ട് മദ്യപാനം ഉപേക്ഷിച്ചു. ഡോക്ടർ പറഞ്ഞിനി കുടിച്ചാൽ തട്ടിപ്പോകും, ആന്തരിക അവയവങ്ങളൊക്കെ പോയി, അതുകൊണ്ട് കുടി നിർത്തി. സമ്മാനമില്ല. ഞാൻ ദൈവത്തെ പ്രതി, ദൈവസ്നേഹത്തെ പ്രതി ഒരു തിന്മയുടെ കടക്കൽ ഞാൻ കോടാലി വയ്ക്കുന്നു. അവർക്കാണ് ഈ വാഗ്ദാനം. നിൻ്റെ ഏകജാതനെ പോലും നീ തരാൻ മടിക്കായിക കൊണ്ട് ഞാൻ നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. അത് വെറും ഭൗതിക സമൃദ്ധി മാത്രമല്ല, സ്വർഗീയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. 1969 ഇന്ത്യൻ ആർമിയിൽ ചേരുന്നു. വിശ്വാസ ജീവിതത്തിൽ നിന്നൊക്കെ അകന്ന് വഴിവിട്ട ജീവിതം നയിക്കുന്നു. മദ്യം, പുകവലി, സിനിമ, 10-12 വർഷം പള്ളിയുമായിട്ട് ബന്ധമില്ല. 82 ഒരു 2 മാസത്തെ അവധിക്ക് വന്നപ്പോൾ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു. ഈ കൈ ഉയർത്തിയുള്ള പ്രാർത്ഥന, ഈ മറുഭാഷയിലുള്ള സ്തുതിപ്പ്, അതിനെയൊക്കെ വിമർശിച്ചപ്പോഴാണ് ഇതൊക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ ധ്യാനത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ധ്യാനിക്കാൻ വന്നത്. അന്ന് ഇതൊക്കെ അടിയറ വെച്ചു, സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. 84 മുതൽ ഏതാണ്ട് 37 വർഷമായി പല രാജ്യങ്ങളിൽ ഇന്നും ഒരു മുടക്കം കൂടാതെ ശുശ്രൂഷ ചെയ്യാൻ ദൈവം സഹായിക്കുന്നു. എന്തിൻ്റെ പേരിൽ? ദൈവത്തെ പ്രതി ചിലത് ത്യജിക്കാൻ തയ്യാറായപ്പോൾ. ഇത് സകലതും ഉത്തരത്തേലിരിക്കുന്ന എടുക്കുകയും ചെയ്യണം, കക്ഷത്തിലിരിക്കുന്ന ചാടാനും പാടില്ല. ഇങ്ങനെ 10,000 കൺവെൻഷൻ കൂടിയിട്ട് എന്താ കാര്യം? പൊട്ടന്നേ. അമൂല്യമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ഈ ലോകം വെച്ച് നീട്ടുന്ന വില കുറഞ്ഞ ബന്ധങ്ങളും സ്നേഹങ്ങളും വസ്തുവകളും ഉച്ചിഷ്ടം പോലെ പൗലോസിയെ പോലെ തള്ളിക്കളയാൻ തയ്യാറാണെങ്കിൽ ആ വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത്, നിന്നെ ഞാൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഒരു ചോദ്യം കൊണ്ട് ചോദിക്കാൻ എനിക്ക് അനുവാദമുണ്ടോ? എന്നാൽ ഇന്നത്തെ ഈ കരിസ്മാറ്റിക്, നമ്മുടെ ഈ കാരിസ്ഭവനിലെ കൺവെൻഷനിലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ഈശോയ്ക്ക് വാക്ക് കൊടുത്തായിരുന്നു, ഈശോ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കുമെന്ന്. ഈ വല്ലപ്പോഴും മദ്യപിക്കുന്ന, ഒരു ലിമിറ്റിൽ കുടിക്കുന്ന, അല്ലെങ്കിൽ നിയന്ത്രണം വിട്ട് കുടിക്കുന്ന ആ മദ്യപാനം എന്ന് പറയുന്നത് യേശുവിനെ പ്രതി ഇന്ന് ഈ ഞായറാഴ്ച തമ്പുരാൻ്റെ മുമ്പിൽ യേശുവിനെ പ്രതി ഞാനത് വർജിക്കുന്നു എന്ന് തീരുമാനമെടുക്കാൻ പറ്റുന്നവരെന്ന് കരങ്ങൾ ഉയർത്താമോ? ആ കരങ്ങളൊന്ന് വീശി കാണിക്കാമോ? ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഇവിടെ ഇരിക്കുന്നവർ വളരെ കഷ്ടപ്പെട്ട് പുറകോട്ട് എന്തി വലിഞ്ഞു നോക്കുന്നുണ്ട്, എൻ്റെ ഭർത്താവ് കൈ പൊക്കിയിട്ടുണ്ടോ എന്ന്.
അദ്ദേഹം പൊക്കിയിട്ടില്ല. പൊക്കാത്തതിൻ്റെ കാരണം വീട്ടിൽ ചെന്നാൽ നിങ്ങൾ ഇരിക്കപ്പുറത്തി കൊടുക്കില്ല, അതുകൊണ്ടാണ് പൊക്കാത്തത്. പക്ഷെ ഉള്ളിൽ തീരുമാനം എടുത്തിട്ടുണ്ട് ഉപേക്ഷിച്ചെന്നുള്ളത്. ഇതൊക്കെയാണ് കർത്താവ് പറയുന്നത്. ഇങ്ങനെ ചില കുട്ടി ദൈവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതുപോലെ തെറ്റായ സ്നേഹബന്ധങ്ങൾ. ഇന്ന് മതം മാറി സ്നേഹിക്കുക. എത്രയോ അമ്മമാർ കണ്ണുനീരൊഴുകിക്കൊണ്ട് നടക്കുക. എൻ്റെ പൊന്നു ബ്രദർ, എൻ്റെ മകളുടെ കയ്യിൽ കൊന്ത ചുറ്റിക്കൊണ്ടിരിക്കും, ഒരു കുർബാന അവൾ മുടക്കില്ല. അങ്ങനെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നത്. ഇന്നൊരു മുസ്ലിം പയ്യനുമായിട്ട് ബന്ധത്തിലാണ്. അപ്പം പറയുന്ന അവനെ കെട്ടിയാൽ ഞാൻ തൂങ്ങുമെന്നാണ് പറയുന്നത്. പീശാചിനും കടലിൽ നടക്കുക ഈ അമ്മച്ചി. ഈ അമ്മയുടെ അപ്പൻ്റെ കണ്ണുനീര് വീഴ്ത്തിയിട്ട് ഇവൻ ഈ മുസ്ലിമിൻ്റെ കൂടെ ഇവൾക്ക് കൂതാശിയും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, യേശുവും വേണ്ട. ഇവളുടെ വിശ്വാസത്തിന് എന്ത് അടിത്തറയുള്ളത്? മണൽപ്പുറത്തല്ലേ ഇവൾ വീട് പണിതിരിക്കുന്നത്? ഈ പാറപ്പുറത്ത് എന്തുകൊണ്ട് പണിയുന്നില്ല? ഇത്രയും വചനം നമുക്ക് കിട്ടിയില്ലേ? ദൈവം ആദിമ സഭയിൽ എന്നതുപോലെ ജനത്തിൻ്റെ ഇടയിൽ കൂടുകെട്ടി അവരെ ഇസ്രായേൽ ജനത്തെ നയിച്ചതുപോലെ നയിക്കുകയല്ലേ? ഇതൊന്നും ഗ്രഹിക്കാൻ ഹൃദയം എന്താ അടഞ്ഞുപോയോ? തെറ്റായ സ്നേഹബന്ധങ്ങൾ, ജീവിത പങ്കാളിയുണ്ട്, അതിൻ്റെ പുറത്തൊരു ബന്ധം. ഇതൊക്കെ ദൈവനാമത്തിൽ അവസാനിപ്പിച്ച് ഇതാ ഭീകരത വടക്കുന്ന് തിളച്ചു മറിയുന്നു, അടുത്ത് വരാൻ പോകുന്നു. ഇനി ഇങ്ങനെ ആടിപ്പാടി നടക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഒരൊറച്ച തീരുമാനം എടുക്കണം. ഒന്നുകിൽ വിശുദ്ധിയോടുകൂടി ദൈവത്തോട് ചേർന്ന്, അല്ലെങ്കിൽ നാശത്തിൻ്റെ വഴിയിലൂടെ പിശാചിനെ ആരാധിച്ച് ഈ രണ്ട് വള്ളത്തിൽ കാലുവെച്ചുള്ള യാത്ര ഒരു വിശ്വാസി അവസാനിപ്പിക്കണമെന്നാണ് ദൈവം പറയുന്നത്. ഒന്ന് കരമുയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ആദിമ സഭയിലെ വിശ്വാസികളെ പോലെ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് വിശ്വാസം സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന എല്ലാ ദുശീലങ്ങളെയും, എല്ലാ തഴക്കദോഷങ്ങളെയും, എല്ലാ ബന്ധങ്ങളെയും, എല്ലാ വസ്തുക്കളെയും ഉച്ചിഷ്ടം പോലെ പരിത്യജിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ മദ്യപാനം, പുകവലി, മുറുക്ക്, മറ്റ് ചില ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്വം, തെറ്റായ സ്നേഹബന്ധങ്ങൾ ഒക്കെ നമുക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. അത് വേണമെങ്കിൽ നമുക്ക് രഹസ്യമായിട്ട് സൂക്ഷിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടാകില്ല. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ആഖാൻ അതല്ലേ ചെയ്തത്? യുദ്ധഭൂമിയിൽ നിന്ന് കിട്ടിയ കുറച്ച് വസ്ത്രവും കുറച്ച് സ്വർണവും രഹസ്യമായിട്ട് സൂക്ഷിച്ചു. പിന്നെ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ജോഷു തമ്പുരാൻ്റെ മുമ്പിൽ കമഴ്ന്ന് വീണ് മാറത്തടിച്ച് കരയുക. അപ്പോൾ ദൈവം പറഞ്ഞു, എന്തിനാ മോനെ നീ ഇങ്ങനെ കരയുന്നത്? നിക്ഷിപ്ത വസ്തുക്കൾ, അനുവദനീയമല്ലാത്തത് നിങ്ങളുടെ ഇടയിലുണ്ട്. അത് നീക്കം ചെയ്യുന്നതിൽ എനിക്കിനി നിങ്ങളൂടെ വരാൻ പറ്റില്ല. പേരുകൊണ്ട് ക്രിസ്ത്യാനിയായിരിക്കും, പാരമ്പര്യം ഉണ്ടാകും, പക്ഷെ ദൈവം കൂടെ കാണില്ല. എന്തുകൊണ്ട്? ദൈവത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ചിലത് ഈ വ്യക്തിയിലുണ്ട്, ഈ കുടുംബത്തിലുണ്ട്. ഒരു തീരുമാനം എടുക്കണം. നിനക്ക് ഞാൻ വേണോ അല്ല പിശാച് വേണോ? ആ സാധനം, ആ സ്വഭാവം ഇരിക്കുന്നിടത്തോളം കാലം നിൻ്റെ കൂടെ വരാൻ എനിക്ക് സാധിക്കില്ല. ഒരു ഉറച്ച തീരുമാനം എടുക്കണം. ഹല്ലേലൂയ. രണ്ടാമത്തെ കൽപ്പന നമുക്കറിയാം, തമ്പുരാൻ്റെ തിരുനാമം വെറുതെ ഉപയോഗിക്കരുത്. നമ്മൾ ബൈബിളിൽ പല സ്ഥലത്ത് അതിനെക്കുറിച്ച് നമ്മൾ വ്യാഖ്യാനം കാണുന്നുണ്ട്. ഒന്ന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ച് അപേക്ഷിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. കർത്താവേ കർത്താവേ എന്നുള്ള വിളിയൊക്കെ ഇഷ്ടം പോലെയുണ്ട്. കുറച്ചുകൂടി അതിൻ്റെ വ്യാഖ്യാനം വ്യക്തമായിട്ട് ഈശോ പറയുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ. മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 7, 6 മുതലുള്ള വാക്യങ്ങൾ. ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. പണ്ടൊന്നും പ്രാർത്ഥനയ്ക്ക് പോകില്ലായിരുന്നു, ഇപ്പോൾ പ്രാർത്ഥനയുണ്ട്, ഇഷ്ടം പോലെ പ്രാർത്ഥനയും ഭക്തിയൊക്കെ ഉണ്ട്. പണ്ട് പള്ളിയിൽ പോകില്ലായിരുന്നു, ഇപ്പോൾ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, പക്ഷേ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. മിനിഞ്ഞാന്നത്തെയോ 2 ദിവസം 3 ദിവസം മുൻപത്തെ സഭയിലെ വായനയായിരുന്നല്ലോ തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളായിരുന്നല്ലോ അന്ന് ലേഖനമായിട്ട് വായിച്ചത്. അവിടെ 5-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. അവിടെ പറയുകയാണ്, അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. ഇന്നെന്താ പലപ്പോഴും വലിയ പ്രസംഗത്തിലൊന്നും വലിയ മാറ്റം വരാത്ത എന്താ? അപ്പസ്തോലന്മാർ പ്രസംഗിച്ചപ്പോൾ അങ്ങനെയല്ലായിരുന്നല്ലോ. അവർ 100% വിശുദ്ധിയിൽ ജീവിച്ചിട്ട് 10% അവർ പ്രസംഗിക്കുമായിരുന്നു. ഇന്ന് പ്രസംഗം മാത്രമാണ് പലപ്പോഴും കാണുന്നത്. വ്യക്തി ജീവിതത്തിൽ അതും പൊരുത്തപ്പെട്ടു പോകുന്നില്ല. അത് വെറും മുഴക്കമായിട്ട് അങ്ങ് മാറും. നമ്മൾ കാണുന്നില്ലേ കൊറിന്ത്യോസ്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. 1 കൊറിന്ത്യോസ് അധ്യായം 4, 20-ാമത്തെ വാക്യം. ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലാണ്.
ദൈവരാജ്യം കുറേ മനോഹരമായ വാക്കോ ശൈലിയോ സാഹിത്യമോ ഉപയോഗിക്കുന്നിടത്തല്ല ദൈവരാജ്യം. ദൈവരാജ്യം വാക്കുകളിലല്ല, ശക്തിയിലാണ്. അപ്പം നമ്മൾ ആ പറയുന്ന പോലെ ജീവിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിയിലൂടെ ദൈവം പ്രവർത്തിച്ചോളൂ. അപ്പോൾ ബൈബിൾ പറയുകയാണ്, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. ഇനി അതിനോട് ചേർത്തൊരു വചനവും കൂടി നോട്ട് ചെയ്യാം. പ്രഭാഷണൻ്റെ പുസ്തകം 34 അധ്യായം 24 വാക്യം. ഈ രണ്ടാമത്തെ പ്രമാണമായിട്ട് നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഈ 2-3 വചനം മതി. പ്രഭാഷണൻ്റെ പുസ്തകം അധ്യായം 34-24 വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അപരൻ ശപിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് കേൾക്കേണ്ടത്? ഒരാൾ പല സ്ഥലത്തും പോയി പ്രാർത്ഥിക്കുന്നുണ്ട്, അതേസമയം ആ വ്യക്തി മൂലം വേറൊരാൾ കണ്ണുനീരൊഴുക്കുക, അയാൾക്ക് നീതി നിഷേധിച്ചിരിക്കുക, അയാൾക്ക് വലിയ മാനഹാനി വരുത്തിയിട്ടുണ്ട്, വലിയ സാമ്പത്തിക നഷ്ടം വരുത്തിയിട്ടുണ്ട്, അവർ കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുക. ഒരാൾ പ്രാർത്ഥിക്കുന്നു, ഒരാൾ ശപിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് കേൾക്കേണ്ടത്? പരിചയപ്പെട്ടൊരു കുടുംബം ഇടവക ധ്യാനമാണ്. അവിടെ ഒരു അമ്മച്ചി എന്ന് പറഞ്ഞാൽ പെൻസിൽ പോലെ ഇരിക്കും, വലിവിൻ്റെ അസുഖമാണ്. വീട്ടിൽ കയറ് കെട്ടിയിട്ടുണ്ട്, ഈ കയറിൽ തൂങ്ങിക്കിടന്ന് ശ്വാസം എടുക്കുന്ന, അല്ലാണ്ട് കിട്ടില്ല. പല സ്ഥലത്ത് കൺവെൻഷനിൽ പോയി തൊട്ടടുത്ത് കിടന്ന രോഗികൾ കയറി സാക്ഷ്യപ്പെടുത്തി സൗഖ്യം കിട്ടിയതായിട്ട്. വലിയ ഒരു തെറ്റും ചെയ്യാത്ത ഈ അമ്മച്ചിയെ മാത്രം കർത്താവ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കുറച്ച് വിഷമമൊക്കെ തോന്നി അമ്മച്ചിക്ക്. എവിടെ കൺവെൻഷൻ ഉണ്ടെങ്കിൽ ലക്ഷ്യം ഇതാണ്, ഈ വലിവിൻ്റെ അസുഖത്തിൽ നിന്നൊരു മോചനം. കൊല്ലാനോ പിടിച്ചു പറിക്കാനോ മോഷ്ടിക്കാനോ ഒന്നും പോകാത്തൊരു പാവപ്പെട്ട നല്ല അമ്മച്ചി. എന്നിട്ട് ഈ അമ്മച്ചിയുടെ പ്രാർത്ഥനയ്ക്ക് മാത്രം കർത്താവ് ഉത്തരം കൊടുക്കുന്നില്ല. അങ്ങനെ ഇടവക ധ്യാനം നടന്ന് ക്ഷമയുടെ ക്ലാസ് നടന്നപ്പോഴാണ് അമ്മച്ചിക്ക് പരിശുദ്ധാത്മാവ് വെളിച്ചം കൊടുത്തു. എന്താ പ്രശ്നം? ഒറ്റ മോനേ ഉള്ളൂ. ഈ മകൻ കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അമ്മച്ചി വിചാരിച്ചു, ഇനി വീട്ടിലാളായല്ലോ, 5 മണിക്ക് എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ അടുക്കളയിൽ പോയെങ്കിലേ ജോലിക്ക് പോകുന്ന മകന് സമയത്ത് ഭക്ഷണം കൊടുത്ത് അയക്കാൻ പറ്റൂ. അമ്മച്ചി വിചാരിച്ചു, അവളെ എഴുന്നേൽപ്പിച്ച് വിടും, അവൾ അടുക്കളയിൽ കയറും, വേണ്ടതുണ്ടാക്കും. ഇനിയിപ്പോൾ ഞാൻ പഴയതുപോലെ തല്ലിപ്പടച്ച് പോകേണ്ട ആവശ്യമില്ലല്ലോ. നീണ്ടു നൂർന്ന് കിടന്നു അമ്മച്ചി. കിടന്നെങ്കിലും ചെവി ആ കതക് തുറക്കുന്നുണ്ടോ എന്നാണ്. അവിടെ നിന്ന് ഒരനക്കവും കേൾക്കാനില്ല. 5 മണിയും കഴിഞ്ഞു, 5:30 കഴിഞ്ഞു, 6 ഇനി ഭാഗ്യം പരീക്ഷിക്കാൻ സമയമില്ല. അപ്പം അതുപോലെ അമ്മച്ചി എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ തയ്യാറാക്കി മകനെ അയച്ചു. എന്നിട്ട് ഈ കക്ഷി എഴുന്നേറ്റ് വരുന്ന 8:30 മണിയായപ്പോഴാണ് എഴുന്നേറ്റ് വരുന്നു. എന്നാൽ അവനൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? പെമ്മക്കൾ ആരുമില്ല, ഞാനൊരു മകൻ മാത്രമേ ഉള്ളൂ, അമ്മ ഇത് ആഗ്രഹിക്കുന്നുണ്ട്, അമ്മയുടെ അവകാശമാണ്, നീ ഒന്ന് ചെന്നൊന്ന് സഹായിക്കുന്നു പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പോൾ ഇനി ഇവളുടെ പ്രീതി അങ്ങനെ നഷ്ടപ്പെട്ടെങ്കിലോ? ഇങ്ങനെ അത് നിത്യസംഭവമായി. ഈ വിഷമം അമ്മച്ചി ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കുക. ഒരിക്കൽ പള്ളിയിൽ പോയ വഴിക്ക് ചേട്ടത്തിമാരാരോ ചോദിച്ചു, ഇപ്പം ചേട്ടത്തിക്ക് സുഖമായില്ലേ, വീട്ടിൽ ആളൊക്കെ ആയല്ലോ. നമ്മൾ പറയില്ലേ, മോങ്ങാനിരുന്ന ഏതാണ്ടിൻ്റെ തലയിൽ. പിന്നെ അമ്മച്ചി മാലപ്പടക്കത്തിന് തീ കൊടുത്തൊരു തീയം കൊടുത്തു. സുഖമായി, ഇതുപോലെ സുഖം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. ഈ വാർത്ത പിടിക്കാൻ വരുന്നവർക്ക് ഇത്രയും കിട്ടിയാൽ മതി, ബാക്കി ചേരുമ്പടി അവർ ചേർത്തോളും, കഥയൊക്കെ അവരുണ്ടായിക്കോളും. ഇത് കറങ്ങി തിരിഞ്ഞ് മരുമകളുടെ കാതിലെത്തി. അപ്പോൾ അവൾക്കറിയാം സത്യം, ഇത് അമ്മ പറയാണ്ട് ഈ കഥ പുറത്തു പോകില്ല, പറഞ്ഞത് സത്യമാണ്. ഞാൻ 8:30 എഴുന്നേക്കുന്നത്. അവിടെ മുതൽ അമ്മയും മോളും കീരിയും പാമ്പും പോലെയാണ്. അമ്മയുടെ കഴുത്തിലുണ്ട് കൊന്തയുണ്ട്, വെന്തിങ്ങയുണ്ട്, കുരിശുമുണ്ട്. മരുമകളുടെ കഴുത്തിലുണ്ട് ഈ പറഞ്ഞ സാധനമൊക്കെ. 2 കുടുംബത്തിൽ നിന്ന് അച്ഛന്മാരും ഉണ്ട്, സിസ്റ്റേഴ്സും ഉണ്ട്. ഇനി കൂടുതൽ നമ്മൾ പിന്നിലേക്ക് പോയാൽ വല്യപ്പനെ തോമാസ്ലിയ നേരിട്ട് മുക്കിയ പാരമ്പര്യമുണ്ട്. പക്ഷേ ഇവരിപ്പോൾ 2 പേരും കീരിയും പാമ്പും പോലെയാണ്. ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അപരൻ ശപിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് കേൾക്കേണ്ടത്? വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ അവസരം പാർത്തിരുന്ന് അമ്മച്ചി മോളെ വിളിച്ചു. മോളിഞ്ഞ് വന്നേ, ഞാൻ എൻ്റെ മോളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. നീ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് ഇവിടെ വന്നത്. എൻ്റെ കടമയായിരുന്നു നിനക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്ന് ചെയ്യിക്കേണ്ടത്, ഞാൻ ചെയ്തില്ല. മോളുടെ കുറ്റം ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു. മോൾ ക്ഷമിക്കുമെന്ന് പറയുക. അമ്മച്ചി ഒരൊറ്റ കരച്ചിൽ. ഈ ഹൃദയത്തിൻ്റെ ഭാഷയുണ്ടല്ലോ, അത് അധികമൊന്നും വേണ്ട, അത് ഹൃദയത്തെ സ്പർശിച്ചോളൂ. തലയുടെ ഭാഷ തലയ്ക്ക് മീതെ കൂടി അങ്ങ് പോകും, റോക്കറ്റ് പോലെ. ഇത് മരുമകളുടെ ചങ്കിൽ തറച്ച് അവളൊരൊറ്റ കരച്ചിൽ. അമ്മയോട് ക്ഷമിക്കണം, ഞാൻ ഒരിക്കൽ പോലും എനിക്ക് അമ്മയായിട്ട് കാണാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് ഒരു കെട്ടിപ്പിടുത്തോ ഒരു കരച്ചിലും. ഇപ്പോൾ ഒരു ചൊല്ലുണ്ടല്ലോ, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. ഏതായാലും പിന്നീട് ഇപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കയറില്ല, അല്ലാണ്ട് തന്നെ ശ്വാസം കിട്ടും അമ്മച്ചിക്ക്. മറ്റേ കക്ഷിക്കോ കല്യാണം കഴിഞ്ഞ് മക്കളില്ലായിരുന്നു. ഡോക്ടറെ പോയി കണ്ട് ഡോക്ടർ പരിശോധിച്ച് 2 ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞതാണ്. 3 മക്കളുള്ളത് വരെ എനിക്കറിയാം, പിന്നെ തമ്പുരാൻ കൊടുത്തോന്ന് അറിയില്ല. ഒരേ ദൈവത്തോടെ ഇവരിതിന് മുമ്പും പ്രാർത്ഥിച്ചത്. എവിടെയായിരുന്നു കുഴപ്പം? ഇതാ 2ാമത്തെ കൽപ്പന എന്ന് പറയുന്നത്. ഒന്ന് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയുണ്ട്, ഒന്ന് കുറേ വാചക കസരത്തുണ്ട്. പള്ളിയുടെയും വീടിൻ്റെയും മേൽക്കൂരയെ തട്ടി പ്രാർത്ഥിച്ചവൻ്റെ തലയിൽ തന്നെ പതിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. മേഘങ്ങളെ തുറച്ച് സൃഷ്ടാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നൊരു പ്രാർത്ഥനയുണ്ട്.
അത് രണ്ടാമത്തെ പ്രമാണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു.